What did you do? ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫ്രേങ്കമുത്ത് പോയി തിരിച്ച് വരുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലോങ് ഡ്രൈവൊക്കെ പോണ സമയത്ത് കൂടുതലായിട്ട് ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങളിലൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടാതെ തന്നെ ഓരോ വീടുകളുടെ മുമ്പിൽ അവർ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിളൊക്കെ. അപ്പം ഞങ്ങൾ ഫ്രേങ്കമുത്ത് പോണ സമയത്ത് ഞാൻ വഴിയിൽ വെച്ചിട്ട് ഒരു വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പതേ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു ചെറിയ നാട്ടിലത്തെ ഒരു തട്ടുകട പോലൊരു ചെറിയ വെജിറ്റബിളൊക്കെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളായാലും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ എടുത്ത് ചെന്നിട്ട് കാണാൻ എന്തൊക്കെയുണ്ടെന്ന്. ഇവിടെ ഭയങ്കര കുറേ വെജിറ്റബിളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ടൊമാറ്റോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു, ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോൺ ഉണ്ടായിരുന്നു, പീച്ച്, പ്ലം, പിന്നെ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാട്ടർ മെലൺ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ മെലൺ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, വീട്ടിൽ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓണിയൻ, പിന്നെ ചില്ലി ഉണ്ട്, പിന്നെ അവരെ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഇതുപോലത്തെ കുറച്ച് കുക്കുംബർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോണിന് അവരവിടെ എഴുതിയത് ഒരു ഡസന് $7 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഡസൻ എടുത്തു. പിന്നെ വാട്ടർ മെലൺ എടുത്തു, പിന്നെ ഒണിയൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. $15 ഞങ്ങൾ വാങ്ങി. അപ്പോൾ അതേ ഇവിടെ കോണ് ഈ ചേട്ടൻ കൊണ്ടുവയ്ക്കണം കേട്ടോ. അവിടെ കഴിഞ്ഞിട്ട് അതേ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ പൊട്ടിച്ച് ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം ഫ്രഷാണ്. അപ്പോൾ അതേ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി എടുക്കാൻ പോവാണ്. ക്യാബേജ് ഉണ്ട് കേട്ടോ. ഈച്ച് ക്യാബേജിന് $3. കോണ് ഒരു ഡസന് $7. കവർ എടുക്കും ഹംഗ്രി വീഴ്ത്തല്ലേ. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾ വാങ്ങാൻ വന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വലിയൊരു ആപ്പിൾ മരം നിൽക്കുന്നുണ്ട്. അതിന് നിറയെ ആപ്പിളാണ് കണ്ട. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അലൗഡ് അല്ലാതൊന്നും ഇവിടുത്തെ ഈ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിന് നിറയെ ആപ്പിൾ നിൽക്കുന്നു കേട്ടോ. പഴുത്തു, ഫുൾ പഴുത്ത് നിൽക്കണം. അപ്പോൾ അതേ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്ന ഐറ്റംസൊക്കെയാണ് ഇതൊക്കെയാണ് കേട്ടോ. വളരെ കുറച്ച് വാങ്ങിയുള്ളൂ കേട്ടോ. $15 വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡസൻ കോൺ വാങ്ങുന്നു. അപ്പോൾ കോൺ ഞങ്ങൾ ഇപ്പോൾ കുക്ക് ചെയ്യാൻ പോവാം. പിന്നെ വാട്ടർ മെലൺ മുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ വാട്ടർ മെലൺ വാങ്ങിക്കണത്. നമുക്ക് നോക്കാം.
ഒരു 3 കോൺ എടുത്തു കേട്ടോ. ഞാൻ കോണെടുത്ത് അത് ആവിയിൽ ഞാൻ വേവിക്കാൻ വെച്ചു. അത് വെന്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ബട്ടറും ഇച്ചിരി ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് അങ്ങനെ കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കഴിച്ചു. മോങ്ക്രി വെറുതെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതിനായിരുന്നു ഞങ്ങൾ കട്ട വെയിറ്റിംഗ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് വാട്ടർമെലോൻ പുറത്തുനിന്ന് വാങ്ങിക്കണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. അപ്പോൾ മോങ്ക്രിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും കാണിച്ചു തരാം. അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും എന്ന് വിചാരിക്കുക. ഓ ഭാഗ്യം, പഴുത്തതായിരിക്കും എന്ന് പഴുത്തതാണോ അല്ലയോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ്.